ഈ കഴിഞ്ഞ സൺഡേ എന്നോട് കാവ്യ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിലൊന്നും ഉണ്ടാക്കേണ്ട ലഞ്ചിന് ഞാനിവിടെ ബിരിയാണി വെക്കുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓഫൊക്കെ ഇട്ടെങ്കിലും പിന്നെ വെച്ച് പോട്ടെ, കൊണ്ടുതരുന്നെങ്കിൽ നല്ലതല്ലേ, കാരണം നമ്മൾ അത്രയും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 2 നേരമല്ല 3 നേരം കഴിക്കാനുള്ള അത്രയും ബിരിയാണി ഉണ്ട്. റൈസ് ഒരുപാടുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഈ ബിരിയാണിയിൽ ഇട്ടേക്കുന്ന ചിക്കൻ അല്ലാതെ ചിക്കൻ ഫ്രൈയും, അവൾ എപ്പോഴും അങ്ങനെയാണ്, ചിക്കൻ ബിരിയാണിയുടെ കൂടെ ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ കൂടെ സാലഡും പപ്പടം പോലും മറന്നിട്ടില്ല, അടിപൊളി. പിന്നെ അച്ചാറിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അച്ചാർ പിന്നെ വീട്ടിലുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ ബിരിയാണിയുടെ കൂടെ അങ്ങനെ അച്ചാറൊന്നും കഴിക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനും മോളും കൂടി കഴിക്കാൻ തുടങ്ങി. ജിജുവേട്ടൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ലേ, അവർ വരുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനും മോളും കഴിക്കാൻ തുടങ്ങി. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെയാണ്, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടൊക്കെ പാർസൽ ചെയ്യാറുണ്ട്. എന്തായാലും ബിനോയോടും കാവ്യോടും താങ്ക്സ് പറയണ്ടേ. താങ്ക്